2003-ൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരമടച്ചു നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആരോപണം. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്കാണ് സർക്കാർ പട്ടയം നൽകിയ സ്ഥലത്തിന്റെ കരമടയ്ക്കാൻ കഴിയാത്തത്. അതേസമയം വനം റവന്യൂ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കരമടച്ച് നൽകാത്തതിന് കാരണമെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുകയാണ്. ൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം കുടിയിരുത്തിയ 301 കുടുംബങ്ങളിൽ 301 കോളനിയിൽ പ്ലോട്ട് തിരിച്ച് പട്ടയം കിട്ടിയ ഭൂമിയിൽ നിലവിൽ കൃഷിയെടുത്ത് ജീവിക്കുന്നത് 108 കുടുംബങ്ങളാണ്. ഇവരിൽ 30ഓളം വരുന്നവർക്ക് മാത്രമേ തണ്ടപ്പേർ പിടിച്ച് ഭൂമിയുടെ കരമടച്ചു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഇവർ കരമടയ്ക്കാൻ റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. 2002 இதுவரைக்கும் எங்களுக்கு இடம் கொடுத்துருக்குறாங்க. ஆனால் எங்களுக்கு இது வரைக்கும் கரம் அடைக்க அவங்க விட மாட்டேங்கிறாங்க. நாங்கள் எப்போ போய் கேட்டாலும் தண்டை பேர் வரலன்னு சொல்லி எங்களை அனுப்பி விட்டுறாங்க. அப்போது நாங்கள் இப்போ இதில் கரம் அடைக்காமல் நாங்கள் இருந்துட்டு இதில் ஏதாச்சும் பிரயோஜனம் இருக்கா எங்களுக்கு? அதனால் எங்களுக்கு கரம் அடைக்கிறக்குள்ள பேர் எங்களுக்கு தண்டை பேர் வருது. ഓരോ തവണ അധികൃതരെ സമീപിക്കുമ്പോഴും റവന്യൂ അധികൃതർ പറയുന്ന രേഖകളെല്ലാം ഹാജരാക്കും. സ്ഥലം നേരിൽ കാണണമെന്ന ആവശ്യം ഉന്നയിക്കും. ടാക്സി വാഹനം വിളിച്ച് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിക്കും. എന്നാൽ കരമടവ് മാത്രം ഉണ്ടാകാറില്ല. ഞങ്ങൾ വണ്ടിക്കൂലിയൊക്കെ മുടക്കി അവർ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചിട്ട് അവർ അപേക്ഷ മേടിച്ച് അവിടെ വയ്ക്കും. പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അവർ. എന്നാൽ തണ്ടപ്പേർ ഇരുന്നിട്ടും അവർ കരം കിടക്കുന്നില്ല വില്ലേജിൽ, ചിന്നക്കനാൽ വില്ലേജിൽ. അവർ പറയുന്ന പുക്കു നോക്കാൻ സമയമില്ലെന്നാണ്. അതേസമയം വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ച് തങ്ങളെ കുടിയിറക്കാനാണ് പരിശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ പോർഷുകാരും റവന്യൂക്കാരും കൂടെ അവർ ഒത്തുകളിച്ച് ഞങ്ങളെ ഇവിടുന്ന് മാറ്റുവാനാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ ഇറക്കി വിടാനാണ് ഇവർ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടിൽ. കരമടച്ച രസീതില്ലാത്തതിനാൽ കൃഷിവകുപ്പിൽ നിന്നടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമാവുകയാണ്. മാത്രവുമല്ല, നൽകിയിരിക്കുന്നത് ബി ഫോറം പട്ടയമായതിനാൽ ഇത് ഉപയോഗപ്പെടുത്തി ബാങ്ക് വായ്പ പോലും എടുക്കുവാൻ കഴിയില്ല. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ സ്വന്തം ഭൂമിയിലെ അഭയാർത്ഥികളായി മാറിയിരിക്കുകയാണ് ഇവര്. ഇവരുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഈ പട്ടയം ഉപയോഗപ്പെടുത്തി ഒരു കാർഷിക വായ്പ പോലും എടുക്കുവാൻ കഴിയില്ല. ഇതിനൊപ്പമാണ് കിട്ടിയ സ്ഥലത്തിന് കരമടച്ചു നൽകുവാനുള്ള മര്യാദ പോലും ഉദ്യോഗസ്ഥർ കാണിക്കാത്തത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.